പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പതിവിന് വിരുദ്ധമായി സി പി എമ്മിൻ്റെ വിമതന്മാരുടെ, സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് വന്ന വിമതന്മാരുടെ പോരാട്ടമാണ്. അത് തെക്കൻ കേരളത്തിൽ ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ജി സുധാകരനാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനുമാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിലുള്ള സി പി എം വിമതന്മാരുടെ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രത്യേകതകളുള്ളതാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ തന്നെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സജീവ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലമാണ്. അതിൻ്റെ കാരണം 40 വർഷക്കാലത്തിലധികം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി പി എമ്മിലെ നേതാക്കന്മാരിൽ അധികായനായ ശ്രീമൻ ജി സുധാകരൻ അമ്പലപ്പുഴ മത്സരത്തിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ജി സുധാകരനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും ജി സുധാകരൻ്റെ പ്രചരണ രീതികളെ കുറിച്ചിട്ട് പറയാനും അതെങ്ങനെയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, 2021 മുതൽ ജി സുധാകരൻ ഇന്ന് സി പി എമ്മുമായിട്ട് പ്രശ്നമുണ്ട്. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ്റെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി H സലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരനെതിരെ ഒരു കമ്മീഷൻ വെച്ച് ആ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജി സുധാകരനെ തരം താഴ്ത്തി അദ്ദേഹം ഒരു ബ്രാഞ്ചിൽ കഴിഞ്ഞ് 5 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ നടപടി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ സമയപരിമിതി കൊണ്ട് ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ കഴിഞ്ഞ മാർച്ച് 4 മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, സുധാകരൻ തൻ്റെ പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെ പരമാവധി ശ്രമിച്ചു സുധാകരനെ അനുനയിപ്പിക്കാൻ. എന്നാൽ അതിലൊന്നും സുധാകരൻ വഴങ്ങിയില്ല. തുടർന്ന് സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് UDFും കോൺഗ്രസും UDFും സുധാകരന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ ഇപ്പോൾ അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്. പ്രചരണ രംഗത്ത് വളരെ സജീവമായി അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതിനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സുധാകരൻ്റെ പ്രചരണ രീതിയെക്കുറിച്ചിട്ടാണ്. ആ രീതി എങ്ങനെയാണ് സി പി എമ്മിനെ അതിഗുരുതരമായി ബാധിക്കുന്നത് എന്നതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, സുധാകരൻ്റെ ഒരു പ്രചരണ രീതി എന്താ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടില്ലേ? സുധാകരൻ്റെ പ്രചരണ രീതി എന്ന് പറയുന്നത്, അതിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ജീർണത, കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായിട്ടുള്ള ജീർണത, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ആലപ്പുഴയിലെ പാർട്ടിയുടെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ജീർണത, ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ ഇടയിൽ വളർന്നു വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസം, ആലപ്പുഴയിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാർ എങ്ങനെയാണ് BJPയുമായി ധാരണയുണ്ടാക്കുന്നത് എന്നുള്ളത്, അവർ മറുവശത്ത് SDP-യുമായിട്ട് എങ്ങനെയാണ് ധാരണ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ ജീർണതകളിൽ ഊന്നിക്കൊണ്ടാണ്, സി പി എമ്മിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണമാണ് ജി സുധാകരൻ. അത് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഇപ്പം ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോകുന്ന സമയത്ത് ജി സുധാകരൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട്, നമുക്ക് ഓർക്കുന്നുണ്ടാവും. ആ പ്രസ്താവനകളിലൊക്കെ അദ്ദേഹത്തിന് ഉള്ള എതിർപ്പ് പ്രധാനമായും ആലപ്പുഴയിലെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരായിട്ടാണ് എന്നുള്ള നിലയിലാണ് അന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട്, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒന്നും സുധാകരൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് അന്നത്തെ പത്രസമ്മേളനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സുധാകരനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണമായി. ആ പ്രതികരണത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് സുധാകരൻ തൻ്റെ മെമ്പർഷിപ്പ് മാർച്ച് 4 ഒഴിവാക്കിയത്. അപ്പോൾ സുധാകരനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് MV ഗോവിന്ദൻ തന്നെ അവഗണിച്ചു എന്നുള്ളതും, രണ്ട് സി പി എമ്മിൻ്റെ
ആലപ്പുഴ ജില്ലയിലെ നേതാക്കന്മാരുടെ പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ജീർണതകളുമായി ബന്ധപ്പെട്ടത്. അതാണ് സുധാകരൻ്റെ പ്രചരണ രംഗത്തെ തുടക്കത്തിലുള്ള നിലപാട്. അതിശക്തമായിട്ട് പ്രതികരിച്ച് തുടങ്ങിയത് എം വി ഗോവിന്ദനെതിരെയും സജി ചെറിയാനെതിരെയും. പക്ഷെ പിന്നീടത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടായത് എന്താ? അത് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ സുധാകരൻ ഒരു വലിയ ഭീഷണിയാണ് എന്ന് CPM മനസ്സിലാവുന്നു. CPMകാർ സാവധാനം സുധാകരനെതിരായിട്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരും. ആദ്യം സജി ചെറിയാനെ പോലുള്ളവരൊക്കെയാണ് വന്നത്. അതൊന്നും സുധാകരൻ വല്ല കാര്യമായിട്ട് പരിഗണിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞൊരു ഘട്ടത്തിൽ, അപ്പോൾ തുടക്കത്തിൽ സജി ചെറിയാനെതിരായി പ്രതികരിച്ചു. അതുപോലെ തന്നെ പ്രസാദ്, കൃഷിമന്ത്രി CPI നേതാവുമായിട്ടുള്ള പ്രസാദ് സുധാകരനെതിരെ പറഞ്ഞപ്പോൾ സുധാകരൻ പ്രസാദിനെതിരെ പ്രതികരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാവധാനം നമ്മൾ കണ്ടതെന്താണ്? അതിനുശേഷമാണ് ശ്രീമാൻ A. വിജയരാഘവൻ സുധാകരനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലകീഴായിട്ട് ആണ് സുധാകരൻ വായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് A. വിജയരാഘവൻ രംഗത്ത് വന്നത്. അതോടുകൂടി സുധാകരൻ കുറച്ചുകൂടി ഗൗരവതരമായി CPMനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്. യഥാർത്ഥത്തിൽ A. വിജയരാഘവനെയൊക്കെ എടുത്തിട്ട് ചതച്ച് കളഞ്ഞു. വിജയരാഘവനല്ല, പരാജയരാഘവനാണ് വിജയരാഘവൻ എന്ന് പറഞ്ഞുകൊണ്ട്, അയാൾക്ക് പോളിറ്റ് ബ്യൂറോയുടെ തിണ്ണയിലിരിക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയരാഘവനെ ഈ പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരം ഭാഷക്കാർ പറഞ്ഞാൽ അടിച്ച് കീറിയെടുത്ത് ഉടുത്തു കളഞ്ഞു സുധാകരൻ. അങ്ങനെ സുധാകരൻ തൻ്റെ വിമർശനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിണറായി വിജയൻ എൻ്റെ ചെറ്റത്തരം പ്രയോഗം വരുന്നത്. ആ ചെറ്റത്തരം പ്രയോഗം എന്നതോടുകൂടി സുധാകരൻ വീണ്ടും സജീവമായി. സുധാകരൻ ചെറ്റത്തരം, ചെറ്റക്കുടിൽ, ചെറ്റത്തരം അതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം യഥാർത്ഥത്തിൽ സുധാകരൻ ആരംഭിക്കുന്നത് ഈ ചെറ്റത്തരം പ്രസ്താവനയോടുകൂടിയാണ്. യഥാർത്ഥത്തിൽ സുധാകരൻ തൻ്റെ പ്രതികരണം ആരംഭിച്ച സമയത്ത് പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രി ആയാൽ പോലും പ്രശ്നമില്ല എന്ന് പറഞ്ഞൊരു നേതാവാണെന്ന് ഓർക്കണം. മൂന്നാം തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് സുധാകരൻ പറഞ്ഞില്ലെങ്കിൽ പോലും പിണറായി മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രചരണം ആരംഭിച്ച സുധാകരനെതിരെ പിണറായി വിജയൻ തൻ്റെ ആക്രമണം കടുപ്പിച്ചപ്പോൾ പിണറായി വിജയനെതിരെയും സുധാകരൻ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത്. എന്നാൽ അതിനെ തുടർന്ന് പിണറായി വിജയൻ എന്ത് സംഭവിച്ചു? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്താതെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ പ്രചരണം നടത്തുന്ന സമയത്ത് സുധാകരനെ പേരെടുത്ത് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ വർഗവഞ്ചകനെന്നും ഒക്കെ പറഞ്ഞ് CPM ആലപ്പുഴയുടെ മണ്ണിൽ സുധാകരൻ യാതൊരു പ്രസക്തിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാകരനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ വന്നപ്പോൾ രംഗത്ത് വന്നു. അതോടുകൂടി സുധാകരൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പിണറായി വിജയൻ്റെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം സുധാകരനെതിരെ വന്നതോടുകൂടി സുധാകരൻ്റെ ഫയറിംഗ് റേഞ്ചിലെ ഒന്നാമത്തെ ആള് പിണറായി വിജയനായി മാറുകയും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളുമായി സുധാകരൻ കളനിറയുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ UDFിൻ്റെ അണികളെയും ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് അണികളെയും ഒക്കെ തന്നെ വലിയ തോതിൽ ആവേശഭരിതരാക്കി. രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ വെച്ച് സുധാകരൻ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പിണറായി വിജയനെതിരെ നടത്തിയത്. ആ വിമർശനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇനിയൊന്ന് കേൾക്കാം. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന തിരുവിതാംകൂറിൽ അറിയത്ത പോലുമില്ല പിണറായി. 967 CPM നേതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. ഓരോന്നോരോന്ന് പറയുകയാണ്. BJPയുമായി ഡീലെന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇലക്ഷനിലും ഞാൻ BJPക്കാരും കൂടെ കൂടിയാലോചിച്ചിട്ടില്ല, കൂടിയാലോചിക്കുന്ന പ്രശ്നമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ BJPയുമായി ഡീലുണ്ടാക്കി മത്സരിക്കുന്ന പിണറായി വിജയൻ്റെ വലങ്കൈയായ ഒരു നേതാവുണ്ട്, സജി ചെറിയാൻ. അദ്ദേഹം ജില്ലാ കമ്മിറ്റി മാത്രമല്ല സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. 10 പഞ്ചായത്തുകളിൽ 7 CPM പ്രസിഡന്റുമാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 2 ഉള്ളൂ. BJPക്ക് 5 പ്രസിഡന്റുമാരാണ് സജി ചെറിയാൻ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് പകരം സജി ചെറിയാൻ അവരുടെ വോട്ട് ഇങ്ങോട്ട് കൊടുക്കും. അതിനാണ് ഗോപകുമാറിനെ നിർത്തിയിരിക്കുന്നത്. ഗോപകുമാറാണ് ഡീലിൻ്റെ മധ്യസ്ഥൻ. BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് ഗോപകുമാർ. അയാൾ നിർത്തിയിരിക്കുന്നത് വോട്ട് പിടിക്കാതിരിക്കാനാണ്, വോട്ട് പിടിക്കാനല്ല. വളരെ ശക്തമായ തരത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് സജി ചെറിയാൻ്റെയും കൂട്ടാളികളുടെയും ഏറ്റവും വൃത്തികെട്ട അഴിമതികളും മറ്റുമെല്ലാം അവിടെ തുറന്നു കാണിച്ചാൽ
ചെങ്ങന്നൂരും ജയിക്കും. അത് തുറന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വസ്തുതകളും മറച്ചു വെക്കരുത്, എല്ലാം തുറന്നു പറയണം. അശ്ലീലങ്ങളും വൃത്തികേടുകളും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം തുറന്നു പറയണം. മണൽ മാഫിയയുടെ കേന്ദ്രമാണ് സഹിച്ചറിയേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റിനും ബിസിനസ്സാണ് അവിടെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവരൊക്കെ ആർജിച്ചിരിക്കുകയാണ്. LDFിൻ്റെ കാൻഡിഡേച്ചറിൽ 6 പേർ LDFിൽ മത്സരിക്കുന്നതിൽ 2 പേർ കോടീശ്വരന്മാരാണ്. 2 പേർ കോടീശ്വരന്മാർ, രക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാർ. പേര് ഞാൻ പറയുന്നില്ല, അത് കണ്ടുപിടിക്കുക. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPMനകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചതാണ്, ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയായിരുന്നു 63-ൽ, അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വള്ളികുന്ന ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിടിച്ച് എന്നെ 15-ാം വയസ്സിൽ 18 വയസ്സിലേ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. വല്ല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന ഈ തിരുവിതാംകൂറിൽ അറിയത്തുപോലുമില്ല പിണറായി. 1967 പിണറായി വിജയൻ എന്ന ഒരാളേക്ക് തിരുവിതാംകൂർ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകർത്തത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടുകയാണ് മത്സരിച്ച് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി, അത് ഞാൻ മറന്നുപോയെന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയൻ്റെ നേതൃത്വത്തോടെ അവർ തന്നിട്ടില്ല. ആഞ്ഞിലി മരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ലായിരുന്നു, ഒരാൾ പോലും ഇന്നത്തെ UDFിലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടിയത്? സുഹൃത്തുക്കളെ, രൂക്ഷമായിട്ടുള്ള വിമർശനം കേട്ടല്ലോ. അത് യഥാർത്ഥത്തിൽ UDFിന്റെ ഒരു കണ്ണിലുണ്ണിയാക്കി സുധാകരനെ മാറ്റി. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിയെ ഇത്ര അതിരൂക്ഷമായി വേറൊരു നേതാവും വിമർശിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ വിമർശനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, എൻ്റെ പ്രഭവ സ്ഥാനത്തേക്ക് സുധാകരൻ വന്നു. ഇപ്പോൾ UDF നേതാക്കന്മാർ പോലും പിണറായി വിജയനെ ഈ രീതിയിൽ വിമർശിച്ചിട്ടില്ല. കാരണം ആ രീതിയിൽ അവർക്ക് വിമർശിക്കാൻ കഴിയത്തുമില്ല. കാരണം എന്താ? സുധാകരന് വിമർശനത്തിന് ശക്തി വരുന്നത് എവിടെയാ? സുധാകരൻ CPMന് അകത്ത് തന്നെ ഉള്ള ആളാണ്. CPMന്റെ അകത്ത് 10-40 വർഷം പ്രവർത്തിച്ച ആളാണ്. പിണറായി വിജയന് വലിയ പിന്തുണ കൊടുത്ത് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ പോലും പിണറായി വിജയന് അനുകൂലമായി താനാണ് ക്യാബിനറ്റിൽ നിലപാടെടുത്തത് എന്ന് സുധാകരൻ പരസ്യമായി പറഞ്ഞു. അങ്ങനെ സുധാകരൻ, പാർട്ടിക്കകത്ത് നിന്ന് സുധാകരൻ പിണറായി വിജയനെ ശക്തമായി എതിർക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി വരുമല്ലോ. അപ്പോൾ ആ നിലയിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കുന്തമുനയായി സുധാകരൻ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ. അപ്പോൾ അതാണ് സുധാകരൻ്റെ CPMനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ഉള്ള പ്രചരണത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ രീതിയിൽ വന്നൊരു മാറ്റം കാണിക്കുന്നത് അതാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് എനിക്ക് നടത്താനുള്ള ഒരു നിരീക്ഷണം, സുധാകരൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം, ആ പ്രചരണമാണ് യഥാർത്ഥത്തിൽ UDFന് ഏറ്റവും കൂടുതൽ ഗുണകരമായത് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം സുധാകരൻ്റെ പ്രചരണം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ കേരളത്തിലെ CPMന്റെ വോട്ട് ബാങ്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരുന്നു എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ, 5.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ, 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുകൾ, ലക്ഷക്കണക്കിനുള്ള ട്രേഡ് യൂണിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ കൂടെ ചേർന്നൊരു 10-35% വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടിയാണ് CPM. ആ വോട്ട് ബാങ്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ വോട്ട് ബാങ്കിനോടാണ് സുധാകരൻ ആദ്യ ദിവസം മുതൽ സമ്മതിച്ചു കൊണ്ടിരുന്നത്. ആ വോട്ട് ബാങ്കിനോടാണ് ദിവസവും തൻ്റെ ഓരോ പ്രചരണത്തിലൂടെയും ഓരോ പ്രസംഗത്തിലൂടെയും തൻ്റെ ശരീരഭാഷകളിലൂടെയെല്ലാം ആ അണികളോടാണ് സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടുത്തെ പാർട്ടി നേതൃത്വം ഈ അണികളുടെ താല്പര്യങ്ങളല്ല സംരക്ഷിക്കുന്നത്. ഈ പാർട്ടി നേതൃത്വം CPMന്റെ അണികളുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും അല്ല മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ CPMന്റെ അണികളുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ ഇന്നത്തെ നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് സുധാകരൻ CPMന്റെ അണികളുമായി സംവദിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റവും വലിയ ഗുണമാകാൻ പോകുന്നത്.
ആ CPM യു ഡി എഫിന് ഏറ്റവും വലിയ ഗുണമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം യു ഡി എഫിന് ഏറ്റവും വലിയ ഗുണം പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഉണ്ടാക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായി ബോധ്യമാകുകയുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തമാക്കാൻ.